ഹായ് ഡിയേഴ്സ്, എല്ലാവരും ഹാപ്പി അല്ലേ? വെൽക്കം ടു അവർ ചാനൽ. ഇന്നൊരു ചിക്കൻ റോസ്റ്റിന്റെ റെസിപ്പിയാണ്, അതും വളരെ എളുപ്പത്തിൽ. 1 കിലോ ചിക്കൻ ഉപ്പും വെള്ളവും വിനീഗറൊക്കെ ഇട്ട് കഴുകി വെച്ചതാണിത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം. എല്ലാ കഷ്ണങ്ങളിലും മസാല നല്ലപോലെ പിടിച്ച ശേഷം ഒരു അരമണിക്കൂർ മാറ്റിവെക്കാം. ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. കുക്കർ കഴുകണ്ട, വെള്ളം പോലും ഒഴിക്കണ്ട. കടുക് പൊട്ടിച്ചതിൽ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഇടുന്നു, മസാലപ്പൊടി ഇടുന്നു, സവാള ഇടുന്നു. പിന്നെ ഒന്ന് റോസ്റ്റ് ചെയ്താൽ റെഡി. മസാലക്കൂട്ട് തയ്യാറാക്കാനായിട്ട് ഒരു ചീനച്ചട്ടി വയ്ക്കുക. അതൊന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പച്ചമല്ലി, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകവും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്യാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം റോസ്റ്റ് ചെയ്യാൻ. ജീരകമെല്ലാം പൊട്ടി തുടങ്ങി നല്ല മണം വരുമ്പം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് മസാലക്കൂട്ട് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് തണുക്കാനായി വെക്കാം. തണുത്ത ശേഷം നമുക്ക് ഇതൊന്ന് പൊടിച്ചു കൊണ്ടുവരണം. ഒരുപാട് അങ്ങ് ഫൈനായി പൊടിക്കരുത്, തരിതരിപ്പായി വേണം പൊടിച്ചെടുക്കാൻ. നമുക്ക് പെട്ടെന്ന് ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കിയാലോ? ഒരു കടായി എടുത്ത് അതൊന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. കടുക് പൊട്ടിച്ച് കുറച്ച് കറിവേപ്പില ഇടണം. കടുക് പൊട്ടിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൊത്തിയരിഞ്ഞ വെളുത്തുള്ളിയും 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി കൊത്തിയരിഞ്ഞതും 2 പച്ചമുളക് നീളത്തിൽ മുറിച്ചതും ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്കാണ് മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഇട്ട് കൊടുക്കേണ്ടത്. ചിക്കൻ ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയ ശേഷം 10 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്യണം. വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, ചിക്കനിൽ നിന്നും വെള്ളം ഇറങ്ങി വരും. ഹൈ ഫ്ലെയിമിൽ ഇടരുത്, ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്യാൻ. നമ്മൾ ഒട്ടും വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ, വെള്ളം എല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ വെള്ളത്തിൽ കിടന്ന് വേണം ചിക്കൻ വേവാൻ. അങ്ങനെ വേവുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണ്. ഇതിലേക്ക് ഉണക്കമുളക് തരിതരിപ്പായി പൊടിച്ചത് 1 ടേബിൾ സ്പൂൺ, 1 ടീസ്പൂൺ ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയും പിന്നെ വറുത്ത് പൊടിച്ചു വെച്ച ആ മസാല കൂട്ടില്ലേ അത് കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഒരുപാട് അങ്ങ് ഫൈനായി പൊടിച്ചിട്ടില്ല. നമ്മൾ ഇതിൽ കറിവേപ്പില ഇട്ടില്ലല്ലോ, കുറച്ചിട്ട് കൊടുക്കാം. മസാലയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം 4 മീഡിയം സൈസ് സവാള തിൻ സ്ലൈസായി മുറിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ചിക്കനൊക്കെ ഇപ്പോൾ 90% കുക്കായിട്ടുണ്ട്. ഈ സവാള കൂടി കുക്കായി കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറി റെഡി. പിന്നെ ആവശ്യാനുസരണം റോസ്റ്റ് ചെയ്തെടുക്കാം. എത്ര എളുപ്പമാണല്ലേ കറി ഉണ്ടാക്കാൻ. ഇതൊരു വീക്കെൻഡ് സ്പെഷ്യലായാണ് ഞാൻ ഉണ്ടാക്കുന്നത്. 10 മിനിറ്റ് കൂടി ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. സവാളയെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. വർക്കിംഗ് ഡേയ്സിലാവുമ്പം കുട്ടികൾക്ക് സ്കൂളിൽ പോകണം, മറ്റുള്ളവർക്ക് ഓഫീസിൽ പോകണം, ആകെ തിരക്കായിരിക്കും. മിക്ക ദിവസങ്ങളിലും തട്ടിക്കൂട്ട് കറിയായിരിക്കും. വീക്കെൻഡ് ആവുമ്പം ഇത്തിരി സമാധാനത്തിൽ പണിയെടുക്കാമല്ലോ. എന്നെ പോലെ എളുപ്പപ്പണി ഇഷ്ടപ്പെടുന്ന ഇത്തിരി മടിയന്മാർക്ക് പറ്റിയൊരു റെസിപ്പിയാണ് ഇത്. അപ്പൊ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ആവശ്യത്തിന് ചിക്കൻ റോസ്റ്റ് ആയിട്ടുണ്ട്. വളരെ എളുപ്പമല്ലേ ഇത് ഉണ്ടാക്കാൻ. ടേസ്റ്റ് ആണെങ്കിൽ അടിപൊളിയാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണം. ഒരിക്കൽ ഉണ്ടാക്കി കഴിച്ചാൽ നിങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കും. ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാം ഈ റെസിപ്പി ഷെയർ ചെയ്യുകയും ചെയ്യും. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണണേ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്ത ദിവസം പുതിയൊരു വീഡിയോയുമായി വരാം. ബൈ.